ഗൈസ് പെട്ടെന്നൊരു മാജിക് പഠിപ്പിച്ചു തരാം. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വർത്തായിരിക്കുന്ന ഒരു ട്രിക്കായിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സ് നിങ്ങൾക്ക് ഓഡിയൻസിനോട് എത്ര വേണമെങ്കിലും ഷഫിൾ ചെയ്യിപ്പിക്കാം, ഒരു പ്രശ്നമില്ല. എത്ര വേണമെങ്കിലും ഷഫിൾ ചെയ്യിപ്പിക്കാം. ഇനി ഓഡിയൻസിനോട് പറയാം ജസ്റ്റ് 3 കട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഓഡിയൻസിനോട് സെലക്ട് ചെയ്യാൻ പറയാം. ഇപ്പോൾ ഓഡിയൻസ് ഇതാ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ നോക്കുന്നില്ല. ആ ഒരു ടോപ്പിലുള്ള കാർഡ് ജസ്റ്റ് നോക്കി വെക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ടോപ്പിലുള്ള കാർഡ് നോക്കി അവിടെ തന്നെ വെക്കാൻ പറയാം. ഇനി നമ്മളെ മെജീഷ്യൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് തല തിരിച്ച് പിടിച്ച് ബാക്കി കാർഡുകളുടെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷഫിൾ ചെയ്യാം. ഓക്കെ, ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ ഇതുപോലെ നോക്കും, ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെക്കും. ഇതിൽ നിന്ന് ഞാൻ ആ ഒരു കാർഡ് കണ്ടുപിടിച്ച് തരാം. ഓക്കെ, നമുക്കൊന്നും ഇവിടെ ഒന്നുമില്ല. എനിക്കൊന്നു ഇതാണ് ആ കാർഡ്, ശരിയല്ലേ? ഈ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിപ്പിച്ചു തരാം. ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വർത്തായിരിക്കും. ഇപ്പോൾ ഗൈസ് എന്താണ് ഈ മാജിക്കിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞുതരാം. ഈ ട്രിക്ക് ഒരു അടിപൊളി മാജിക് ട്രിക്കാണ്. അപ്പോൾ ഇത് എപ്പം വർക്കാവുന്നൊരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എത്ര വേണമെങ്കിലും ഷഫിൾ ചെയ്തിട്ട് ഓഡിയൻസിനോട് എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്യാൻ പറയാം. എന്നിട്ട് ഏത് ഭാഗത്തു നിന്നും കാർഡ് സെലക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഈ ഒരു കാർഡ് ഇപ്പോൾ ഈ കേസിൽ വന്നിട്ട് 10 ഓഫ് സ്പേഡ് ആണ്. അപ്പോൾ അതവിടെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് തലയിൽ ചൂടിച്ചതിന് ശേഷം ബാക്കി 2 കാർഡിൻ്റെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ വെക്കാം. ഇനി ജസ്റ്റ് മറ്റേ ഈ ഒരു ഷഫിൾ ചെയ്യുക. ഇതുപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഷഫിൾ തന്നെ ചെയ്യാം. ഇപ്പോൾ ഷഫിൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് കാർഡ് തലയിൽ ചൂടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ വെക്കാം. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നമുക്ക് എവിടെയാണ് കാർഡ് എന്ന് മനസ്സിലാവാൻ പറ്റുമോ? പക്ഷേ ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കാർഡ് വരുന്ന എവിടെയാണ്? ഇവിടെയല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ കാർഡുകൾ ഫേസ് അപ്പ് ആയിട്ടാണുള്ളത്. ഇവിടുന്ന് തുടങ്ങുക. ഏറ്റവും കൂടുതൽ കാർഡിൽ ഫേസ് അപ്പ് ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കാർഡ് വന്നതിന് ശേഷം വരുന്ന ഫേസ് ഡൗൺ ആയിട്ടുള്ള കാർഡായിരിക്കും അവരെടുത്ത ആ ഒരു കാർഡ്. കണ്ടോ? ഇതാണ് ഈ മാജിക്കിൻ്റെ സീക്രട്ട്.